ക്ലാസ്സിലെ എൻ്റെ എല്ലാ കൊച്ചുമക്കൾക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ അങ്ങനെ മലയാളത്തില് ആദ്യത്തെ പാഠഭാഗം കനകച്ചിലങ്കയിലെ കുറച്ച് ഭാഗങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലെ. 2 കവിത നോക്കി. ആദ്യത്തെ കവിതയിലെ ചോദ്യോത്തരങ്ങളും നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാണാത്തവരത് പോയി നോക്കുക. വാമൊഴിച്ചൊന്തം നമ്മൾ പാടിയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് കാണാൻ പോകുന്നത് പഴഞ്ചൊൽ പെരുമ എന്ന് പറയുന്ന പാഠഭാഗമാണ്. നമ്മുടെ കനകച്ചിലങ്കയിൽ ഉൾപ്പെടുന്ന ഒരു പാഠം തന്നെയാണ് കേട്ടോ പഴഞ്ചൊൽ പെരുമ എന്ന് പറയുന്നത്. അപ്പോ കണ്ടോ, കുട്ടികൾ കളിക്കുന്നതും ഉല്ലസിക്കുന്നതുമായിട്ടുള്ള അതിലെ ചിത്രങ്ങളൊക്കെ നമുക്കതിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം ആ പാഠഭാഗം ഒന്ന് വായിച്ചു നോക്കാം. പഴഞ്ചൊൽ പെരുമ. നിങ്ങൾ ഈ പാട്ട് കേട്ടിട്ടുണ്ടാവും. എന്റെയൊക്കെ ചെറുപ്പത്തില് ഞങ്ങൾ കളിച്ചൊരു കളിയിൽ പാടുന്നൊരു പാട്ടാണ്. നാരങ്ങപ്പാല് ചൂണ്ടയ്ക്ക് 2 ഇലകൾ പച്ച പൂക്കൾ മഞ്ഞ ഓടി ഓടി വരണ കള്ളനെ പിടിച്ചേ. ഈ കളി എങ്ങനെ കളിക്കാന്നറിയാമോ? 2 കുട്ടികള് കൈ രണ്ടും ജോയിൻ ചെയ്ത് 2 വശങ്ങളിലായിട്ട് നിൽക്കും. ബാക്കിയുള്ള കുട്ടികൾ നമ്മൾ ഈ കൈ പിടിച്ചേക്കുന്നതിന്റെ ഉള്ളിലൂടെ ഇങ്ങനെ ഓടി ഓടി കളിക്കും. എന്നിട്ട് നമ്മുടെ ഈ പാട്ട് തീരുമ്പോൾ നമ്മളൊരു കുട്ടിയെ ക്യാച്ച് ചെയ്യും. അയാളാണ് കള്ളൻ. അപ്പൊ അയാൾ ഔട്ടായി. അങ്ങനെ ലാസ്റ്റത്തെ കുട്ടി തീരണവരെ നമ്മളുടെ ഈ കളി തുടർന്നുകൊണ്ടേയിരിക്കും. പാഠഭാഗം തീർന്നതിന് ശേഷം നിങ്ങളുടെ മാതാപിതാക്കളോടൊക്കെ ചോദിക്കണം, നിങ്ങൾ ഈ കളിയൊക്കെ കളിച്ചിട്ടുണ്ടോ എന്ന്. അവര് തീർച്ചയായും കളിച്ചിട്ടുണ്ടാകും. അപ്പൊ നമുക്ക് ബാക്കി ഭാഗം വായിക്കാം. പൊടി പാറിയ കളിയാണ് മുറ്റത്ത്, ആകെ കൂക്കും വിളിയും ബഹളമയം. എന്താ മക്കളെ, കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ? അമ്മയാണ്. ഈ കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ എന്ന് പറയുന്നത് ഒരു പഴഞ്ചൊല്ലാണ് കേട്ടോ. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? കാക്കക്കൂട്ടിൽ കല്ലിട്ട ആ ഭാഗത്തുള്ള എല്ലാ കാക്കകളും, ആ പ്രദേശത്തെ കാക്കകളെല്ലാം കൂടി ആകെ കലപില ബഹളായിരിക്കും. അതായത് ഈ ഉപദ്രവിക്കപ്പെട്ട കാക്കയെ രക്ഷിക്കാൻ വരുന്ന കാക്കകളാണ്. ഇപ്പൊ ഒരു കാക്കക്കുഞ്ഞ് നമ്മുടെ മുറ്റത്തെങ്ങാനും ഉണ്ടെങ്കിൽ അതിന്റെ ചുറ്റും കാക്കകൾ കാണും, ഒച്ചപ്പാടും ബഹളമൊക്കെ ആയിട്ട്. നമ്മൾ ആ കാക്കക്കുഞ്ഞിനെങ്ങാനും തൊട്ട നമ്മുടെ കാര്യം അതോ ഗതി. പണ്ട് എന്റെ ഫാദർ ഇതുപോലെ ഒരു കാക്കക്കുഞ്ഞ് താഴെ വീണപ്പോ അതിനെടുത്ത് ജസ്റ്റ് മതിലിന്റെ അങ്ങ് വെച്ചു കൊടുത്തു. പക്ഷെ ഈ കാക്കകൾ വിചാരിച്ച് ആ കുഞ്ഞിനെ ആക്രമിക്കുകയാണെന്നാ. ഇന്നും ചില കാക്കകള് എന്റെ ഫാദറിനെ തലയിൽ വന്ന് കൊത്തിയിട്ട് പോകാറുണ്ട്. അതാണ്, അവർക്ക് അത്ര അറ്റാച്ച്മെന്റ് ആണ് പരസ്പരം. മനസ്സിലായില്ലേ? അപ്പൊ അതൊരു പഴഞ്ചൊല്ലാണ്, കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ. അപ്പൊ ഇതിലെന്താ പറയുന്നത്? കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ എന്ന് പറയുന്നത് കുട്ടികൾ എല്ലാവരും കൂടി ഭയങ്കര ബഹളാണ്. അപ്പൊ അതിനെ ഒരു പഴഞ്ചൊല്ലു കൊണ്ട് ഉപമിച്ചിരിക്കുകയാണ്. മനസ്സിലായില്ലേ? ഹായ്, നെയ്യപ്പത്തിന്റെ മണം! കുട്ടികൾ ആർത്തു വിളിച്ചു. ഓ, കളിയൊക്കെ നിർത്തിയോ? എന്താണിപ്പോ എല്ലാവരും ഇങ്ങോട്ട് ഓടി വന്നത്? ഓ, അതങ്ങനെയാ, അരിയെറിഞ്ഞാൽ 1000 കാക്ക എന്നല്ലേ? ഈ അരി എറിഞ്ഞാൽ 1000 കാക്ക എന്ന് പറയുന്നതും ഒരു പഴഞ്ചൊല്ലാണ് കേട്ടോ. ഈ കാക്കകൾക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ കിട്ടിയാൽ അവർ തൊട്ടടുത്തുള്ള അവരുടെ കൂട്ടുകാരെയൊക്കെ കൂട്ടിയിട്ടാണ് ഭക്ഷണം കഴിക്കാറ്. അതിനെ വളരെ മനോഹരമായൊരു പ്രവണതയാണല്ലോ അത്. അതിനെ ഇവിടെ വളരെ രസകരമായിട്ട് അവതരിപ്പിച്ചിരിക്കുകയാണ്. നെയ്യപ്പത്തിന്റെ മണം കേട്ടപ്പോ എല്ലാവരും കളി നിർത്തി വരുന്നതിനെയാണ് അമ്മ അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അല്ല, നീ എന്താ ബേബി അവിടെ ഒതുങ്ങിയിരിക്കുന്നത്? ബേബിയെ നോക്കി അമ്മ ചോദിച്ചു. അതെ, കളിക്കാനും കൂടിയിട്ടില്ല. തലവേദനയും പനിയുമാണത്രേ അവൾക്ക്. വയറുവേദനയുണ്ട്. ആ, ബേബി എന്ന് പറയുന്ന കുട്ടി കളിക്കാതിരിക്കണം കണ്ടപ്പോ അമ്മ ചോദിക്കാണ്, നീ എന്താ കളിക്കാത്തെ? അപ്പൊ വേറൊരു കുട്ടി പറയുന്നതാവാം, എന്ത്? തലവേദനയും പനിയുമാണ് അവൾക്കെന്ന്. കൂടാതെ എന്തുണ്ട്? വയറുവേദനയും ഉണ്ട്. ബേബിയുടെ കൂട്ടുകാരി പറഞ്ഞു. കണ്ടോ, ആരാ പറഞ്ഞത്? ആ ബേബിയുടെ കൂട്ടുകാരിയാണ് അമ്മയോട് അതിന് ഉത്തരം പറഞ്ഞത്. എന്നാലും ഒരു നെയ്യപ്പം കഴിച്ചോ മോളെ? അമ്മ സ്നേഹത്തോടെ നിർബന്ധിച്ചു. അപ്പൊ കുട്ടികളൊക്കെ കളി നിർത്തിയതിന്റെ കാരണം മനസ്സിലായില്ലേ? അമ്മ നെയ്യപ്പമായി വന്നതുകൊണ്ടാണ്. വേണ്ടമ്മേ, എനിക്ക് വയ്യ, ബേബി ചിണുങ്ങി. ആ, സ്നേഹത്തോടെ അമ്മ പറയാണ്, വയറുവേദനയൊക്കെ ഉണ്ടെങ്കിൽ ഒരെണ്ണം കഴിച്ചോ മോളെ. അമ്മമാരങ്ങനെയാണല്ലേ. നമുക്ക് പനി പിടിച്ചൊക്കെ കിടക്കണ സമയത്ത് നമ്മളെ ഭക്ഷണം കഴിപ്പിക്കാനും ശുശ്രൂഷിക്കാനും അവർക്ക് വളരെ നമ്മുടെ കാര്യത്തിൽ ഭയങ്കര ടെൻഷൻ ആയതുകൊണ്ട് അവരങ്ങനെ ചെയ്യുന്നത്. നമുക്ക് എന്തെങ്കിലും പറ്റുമോ, അയ്യോ എന്റെ കുഞ്ഞിന് വയ്യല്ലോ എന്നുള്ളൊരു ഉത്കണ്ഠ. ആ ഒരു ഉത്കണ്ഠയാണ് അമ്മയുടെ അവിടെ കാണുന്നത്. സ്നേഹത്തോടെ നിർബന്ധിക്കുക, ഒരെണ്ണെങ്കിലും കഴിക്കും മോളെ എന്ന്. അപ്പൊ ബേബി പറഞ്ഞെന്താ? വേണ്ടമ്മേ. കുട്ടികൾ അങ്ങനെയല്ലേ? നിങ്ങൾ എങ്ങനെ പറയാ? വേണ്ട അമ്മ, എനിക്ക് വയ്യ. നമ്മുടെ ബേബിക്കുട്ടിയും അങ്ങനെ ചിണുങ്ങാണ്.
കഷ്ടം തന്നെ, എന്റെ കുട്ടിക്ക് എന്തിഷ്ടാ നെയ്യപ്പം. അമ്മയ്ക്ക് അത് കേട്ടപ്പോ വളരെ സങ്കടായി. അതെന്താ സങ്കടം? അവൾക്ക് ഒരുപാട് ഇഷ്ടമാണ് നെയ്യപ്പം. അപ്പൊ അത് കഴിക്കാൻ പറ്റാത്തതിലുള്ള സങ്കടമാണ്. അത് തിന്നാറായപ്പോഴോ ആലിൻകായ പഴുത്തപ്പോ കാക്കക്ക് വായ്പുണ്ണ്. അവിടെ വേറൊരു പഴഞ്ചൊല്ലാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ്? ആലിൻകായ പഴുത്തപ്പോ കാക്കക്ക് വായ്പുണ്ണ്. അതായത് നമ്മുടെ കാക്കയ്ക്ക് ആലിൻകായ വളരെ ഇഷ്ടമാണ്. അത് പഴുത്ത സമയത്ത് കാക്കക്ക് തിന്നാൻ പറ്റാത്തൊരവസ്ഥ. അത് വളരെ സങ്കടാണ് അല്ലേ? കാക്കക്ക് ഇതുപോലെ ഇഷ്ടമുള്ള പലഹാരങ്ങൾ ഉണ്ടാകും അല്ലേ? ചിലർക്ക് മധുര പലഹാരങ്ങളോടായിരിക്കും താല്പര്യം, ചിലർക്ക് എരിവുള്ളതിനോടായിരിക്കും, ചിലർക്ക് പുളിപ്പുള്ളതിനോടായിരിക്കും. അപ്പൊ ഇങ്ങനെ ഇഷ്ടമുള്ള ഒരു സാധനം നമുക്ക് തീരെ വയ്യാത്ത അവസ്ഥയിൽ കൊണ്ടുവന്നാൽ നമ്മൾ കഴിക്കുവോ? നമുക്ക് കഴിക്കാൻ പറ്റില്ല. ആഗ്രഹം ഉണ്ടാവും, പക്ഷെ കഴിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പഴഞ്ചൊല്ലാണ് ആലിൻകായ പഴുത്തപ്പോ കാക്കയ്ക്ക് വായ്പുണ്ണ് എന്നത്. മനസ്സിലായില്ലേ? എന്ന നിലയിലായി അവളുടെ കാര്യം. അമ്മ വിചാരിച്ചു, അമ്മ അങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്, അത് പറഞ്ഞില്ലെങ്കിലും. ബേബിക്കുട്ടിയെ, മോളുടെ പനി മാറുമ്പോ അമ്മ നെയ്യപ്പം ഉണ്ടാക്കി തരാട്ടോ. ബേബിയെ തൊട്ട് തലോടി ആശ്വസിപ്പിച്ച് അമ്മ അകത്തേക്ക് പോയി. അപ്പൊ നമ്മളിങ്ങനെ കഴിക്കാതിരിക്കുമ്പോഴും ബാക്കിയുള്ള കുട്ടികൾ കഴിക്കണം കാണുമ്പോഴേക്കും അമ്മയ്ക്ക് ഒരു വിഷമം ഉണ്ടാവും. അപ്പൊ അമ്മ പറയാണെന്ത്, മോളുടെ വയ്യായികയൊക്കെ മാറിക്കഴിഞ്ഞു കഴിയുമ്പോ അമ്മ ഉണ്ടാക്കി തരാട്ടോ എന്ന് പറഞ്ഞ് അമ്മ അകത്തേക്ക് പോയി. മുറ്റത്തു നിന്ന് വീണ്ടും ബഹളമുയർന്നു. കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ. കണ്ടോ, നമ്മുടെ പഴഞ്ചൊല്ല് വീണ്ടും അവിടെ വന്നിരിക്കുകയാണ്. അപ്പൊ അതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞു തന്നില്ലേ? അപ്പൊ ഈ ഒരു പാഠഭാഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അറിയാമോ? നമ്മളെ പഴഞ്ചൊല്ലുകൾ പറഞ്ഞു തരാം. അത് ഓരോ സാഹചര്യത്തിനും ഉപയോഗിക്കുന്ന പഴഞ്ചൊല്ലുകൾ ഒന്ന് പരിചയപ്പെടുത്തുക, നമ്മളെ കൊണ്ട് പുതിയ പഴഞ്ചൊല്ല് കണ്ടെത്തുക. ഇതാണ് ഈ ഒരു പാഠഭാഗത്തിന്റെ ഉദ്ദേശ ലക്ഷ്യം. അപ്പൊ ഇതിന്റെ മറുപുറത്ത് കുറച്ച് ചോദ്യോത്തരങ്ങളൊക്കെ ഉണ്ട്, നമുക്കത് നോക്കാം. പേജ് നമ്പർ 14. ആദ്യത്തെ ചോദ്യം എന്താണ്? വിവരണം വായിച്ച് പഴഞ്ചൊല്ലുകൾ കണ്ടെത്തൂ, എഴുതൂ. നമ്മളിവിടെ എന്താ പഴഞ്ചൊല്ല്? ഞാൻ 3 പഴഞ്ചൊല്ല് ഈ പാഠഭാഗത്തിൽ ഉണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞു തന്നു. എന്തൊക്കെയായിരുന്നു? കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ, അതാണ് ആദ്യത്തെ പഴഞ്ചൊല്ല്. പിന്നെ എന്താണ്? അരിയെറിഞ്ഞാൽ 1000 കാക്ക, അതാണ് രണ്ടാമത്തെ പഴഞ്ചൊല്ല്. ആലിൻകായ പഴുത്തപ്പോ കാക്കയ്ക്ക് വായ്പുണ്ണ്, അതാണ് നമ്മുടെ മൂന്നാമത്തെ പഴഞ്ചൊല്ല്. മനസ്സിലായില്ലേ? ആദ്യത്തെ ഉത്തരം കിട്ടിയല്ലോ. രണ്ടാമത്തേത്, കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ എന്ന് പറയുമ്പോൾ അത് കാക്കകളെ കുറിച്ച് മാത്രമാണോ? ആണോ? അല്ല. കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ എന്നത് ഒരു അതിശയോക്തിക്ക് പറയുന്നതാണ്. ശരിക്കും അവിടെ ഉദ്ദേശിച്ചത് എന്താണ്? കുട്ടികളെയാണ്. കുട്ടികള് നിങ്ങളെല്ലാവരും കളിക്കുന്ന സമയത്ത് എങ്ങനെയാ? അവിടെ ആകെ ബഹളായിരിക്കും. അപ്പൊ ഈ കാക്കക്കൂട്ടിൽ കല്ലിട്ട് കഴിഞ്ഞാൽ കാക്കകൾ വന്ന് ബഹളം വെക്കുന്ന എങ്ങനെയാണോ അതുപോലെയാണ് നിങ്ങൾ കുഞ്ഞു മക്കൾ കളിക്കുമ്പോ ആ ഒരു അവസ്ഥ അവിടെ വർണ്ണിക്കാനാണ് നമ്മൾ ആ പഴഞ്ചൊല്ല് ഉപയോഗിച്ചിരിക്കുന്നത്. ഉത്തരം വ്യക്തമല്ലേ? അരിയെറിഞ്ഞാൽ 1000 കാക്ക എന്നതുകൊണ്ട് കാക്കയുടെ വരവിനെ മാത്രമാണോ സൂചിപ്പിക്കുന്നതെന്ന്? ആണോ? അല്ല. ഇവിടെ എന്താ ഉദ്ദേശിച്ചത്? അമ്മ നെയ്യപ്പമായി വന്നപ്പോ എല്ലാ കൂട്ടുകാരും കൂടി ഒരുമിച്ചിരുന്ന്, അതായത് ഓടി വന്നേക്കാണ് അമ്മയുടെ അടുത്തേക്ക്. അപ്പോ എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമ്പോ എല്ലാവരും ഒരുമിച്ചാണ്, കാക്കകളെ പോലെ. അരിയെറിഞ്ഞാൽ 1000 കാക്ക, അതായത് കാക്കക്ക് അരി കിട്ടിയാൽ കാക്ക കൂട്ടുകാരെ എല്ലാം വിളിച്ച് അത് കഴിക്കുക. അതുപോലെയാണ് കുട്ടികൾ എന്ന് വളരെ രസകരമായിട്ട് അല്ലെങ്കിൽ വളരെ ക്യൂട്ടായിട്ട് അവിടെ വർണ്ണിച്ചിരിക്കുകയാണ്. മനസ്സിലായില്ലേ? ഈ ചൊല്ലുകളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം പറയൂ. മറ്റുള്ളവർ പറയുന്നതിനോട് പ്രതികരിക്കൂ. അത് നിങ്ങൾ ക്ലാസ്സിൽ ചെയ്യേണ്ട ഒരു വർക്കാണ്. നമ്മുടെ അഭിപ്രായം നമുക്ക് പറയാം. ഞാൻ എന്റെ അഭിപ്രായം പറയാം, നിങ്ങൾ നിങ്ങളുടേത് പറയൂ. ഈ ചൊല്ലുകളെ കുറിച്ച് നമ്മുടെ അഭിപ്രായം എന്താണ്? വളരെ നല്ല അഭിപ്രായമാണ്. അതായത് ഓരോ സാഹചര്യത്തെയും വളരെ രസകരമായി പറയാൻ വേണ്ടി ചൊല്ലുകൾ ഉപയോഗിച്ചിരിക്കുന്നു. ഓരോ ചൊല്ലിനും അതിൻ്റെതായ അർത്ഥങ്ങളുണ്ട്. ആദ്യത്തെ ചൊല്ലെന്തായിരുന്നു? കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ എന്നതുകൊണ്ട് കുട്ടികളെല്ലാം കളിക്കുമ്പോൾ ആകെ ബഹളമാണ് എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. രണ്ടാമത്തത് അരിയെറിഞ്ഞാൽ 1000 കാക്ക, അതുകൊണ്ട് കുട്ടികളെല്ലാവരും ഒത്തൊരുമിച്ചാണ് ഭക്ഷണം കഴിക്കുക എന്നതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. മൂന്നാമത്തത് ആലിൻകായ പഴുത്തപ്പോൾ കാക്കക്ക് വായ്പുണ്ണ്. നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം നമ്മുടെ കൺമുമ്പിൽ ഇരിക്കുമ്പോൾ അത് കഴിക്കാൻ പറ്റാത്ത അവസ്ഥയെ രസകരമായി വർണ്ണിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈ ചൊല്ലുകളെ കുറിച്ചൊക്കെ നമുക്ക് നല്ല അഭിപ്രായമാണുള്ളത്.
ഒരു കാര്യം പറയുകയും വേറൊരു ആശയമായി വരികയും ചെയ്യുന്ന രീതിയിലുള്ള പുതിയ വാക്യങ്ങൾ, വാക്കുകൾ എന്നിവ എഴുതി നോക്കാൻ. അതിന് നമുക്ക് പറയാം മധുരമുള്ള അമ്മ എന്ന് വെച്ചാൽ എന്താ? അമ്മയുടെ അലിവാർന്ന പെരുമാറ്റം അല്ലെങ്കിൽ അവരുടെ വാത്സല്യത്തെ സൂചിപ്പിക്കാൻ വേണ്ടി നമുക്ക് എന്താണ് പറയാം? മധുരമുള്ള അമ്മ. അടുത്തത് തേൻമൊഴി. തേനിനെങ്ങനെയാണ്? നല്ല മധുരമാണ്. അപ്പൊ തേൻമൊഴി എന്ന് പറയുന്നത് കേൾക്കാൻ ഇമ്പമുള്ള വാക്കുകളാണ്. ആ ഒരു വാക്കുകളെ നമ്മൾ സൂചിപ്പിക്കുന്നത് തേൻമൊഴി എന്നത് കൊണ്ടാണ്. പിന്നെ മുത്തശ്ശിമാവ് എന്ന് പറയും. പ്രായമുള്ള പ്ലാവിനെയോ മാവിനെയോ ഒക്കെയാണ് നമ്മൾ എന്തെന്ന് പറയാ? മുത്തശ്ശിമാവ് അല്ലെങ്കിൽ മുത്തശ്ശിപ്ലാവ് എന്നൊക്കെ പറയാം. പിന്നെ കല്ലുമഴ എന്ന് പറയാം. കല്ല് കൊണ്ടുണ്ടാവുന്ന മഴ എന്നല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കല്ല് വന്ന് വീഴുന്നത് പോലെ ശക്തിയിൽ പെയ്യുന്ന മഴ. ആ മഴയത്ത് കല്ല് നമ്മുടെ തലയിൽ വീഴില്ല, പക്ഷെ ആ മഴവെള്ളം വീണ് കഴിയുമ്പോൾ നമ്മുടെ തലയിൽ ഒരു കല്ല് കൊണ്ടൊരു ഫീല് കിട്ടും. പിന്നെ എന്ത് പറയാം? പാൽ നിലാവ് എന്ന് വെച്ചാൽ എന്താ? പാലുപോലെ വെളുത്ത നിലാവ്, അതിന് നമുക്ക് പാൽ നിലാവ് എന്ന് പറയാം. പിന്നെ കുഞ്ഞുങ്ങളുടെ ചിരിയെ നമ്മൾ എന്ത് സൂചിപ്പിക്കാം? പാൽ പുഞ്ചിരി. കുട്ടികളെല്ലാവരും വളരെ മനോഹരമായി നിഷ്കളങ്കമായിട്ട് ചിരിക്കുന്നവരാണ്. നിങ്ങളുടെ ഈ ചിരിയെ പാൽ പുഞ്ചിരി എന്ന് സൂചിപ്പിക്കാം. അപ്പൊ ഇത്രയും വ്യക്തമല്ലേ? അപ്പൊ ഇതുപോലെ നമുക്കൊരു 3 പഴഞ്ചൊല്ലു കൂടി പരിചയപ്പെടാം. എന്താ, റെഡി അല്ലേ? അപ്പൊ പഴഞ്ചൊല്ല് വരുന്ന രീതിയിലുള്ള ഒരു മോഡൽ ഇമേജ് ആണ്, 3 ചിത്രങ്ങളാണ് തന്നിരിക്കുന്നത്. ഇതെന്താണ്? ഒരു പട്ടിക്കുട്ടി എല്ല് കടിക്കുകയാണ്. അതിൽ നിന്ന് എല്ലുമുറിയെ എന്നൊരു വാചകം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പഴഞ്ചൊല്ല് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. എല്ലുമുറിയെ പണി ചെയ്താൽ പല്ലുമുറിയെ തിന്നാം. കണ്ടോ? എന്ന് വെച്ചാൽ എന്താ? നമ്മൾ വളരെ കഷ്ടപ്പെട്ട് വളരെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വളരെയധികം കഷ്ടപ്പെട്ടാൽ അതിന്റെ വിജയം നമുക്ക് ലഭിക്കും. കഠിനാധ്വാനം ചെയ്താൽ വിജയം നേടാൻ കഴിയും. അതായത് ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ജോലി എന്താ? പഠിക്കുക. നല്ലവണ്ണം പഠിച്ചാൽ പരീക്ഷക്ക് നല്ല മാർക്ക് നേടാം. രണ്ടാമത്തത് നോക്കിയേ. ഒരു കാക്ക കുഞ്ഞിനെ പുനാരിച്ചിരിക്കുവാണല്ലേ. അതിനർത്ഥം എന്താണെന്നറിയാമോ? കാക്കക്ക് തൻ കുഞ്ഞ് പൊൻകുഞ്ഞ്. സ്വന്തം മക്കളില് എത്ര കുറവുണ്ടെങ്കിലും മാതാപിതാക്കൾക്ക് അവർ വിലപ്പെട്ടതായിരിക്കും. മനസ്സിലായോ? ഇപ്പൊ ചില കുട്ടികൾക്ക് കണ്ണ് കാണാത്ത മക്കളുണ്ട്, ചെവി കേൾക്കാത്തവരുണ്ട്, ഒരു കൈയില്ലാത്തവരുണ്ട്, കാലില്ലാത്തവരുണ്ട്. പക്ഷെ അവരെയൊക്കെ മാതാപിതാക്കൾ തള്ളിക്കളയോ? ഇല്ല. അവർക്ക് അവരുടെ മക്കളെ അത്രയും ഇഷ്ടമായിരിക്കും, അത്ര വിലപ്പെട്ടതായിരിക്കും. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ചൊല്ലാണെന്ത്? കാക്കക്കും തൻ കുഞ്ഞ് പൊൻകുഞ്ഞ്. ചിത്രം നോക്കിയേ. ഒരു കാക്ക കുളിക്കുന്നുണ്ട്. മുകളിൽ അതെന്തോ ചിന്തിക്കുന്നുണ്ട്. എന്താണ്? കൊക്ക്. അത് കൊക്കാകുമെന്നുള്ളൊരു ചിന്തയാണ്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് പറയേണ്ട പഴഞ്ചൊല്ലാണ് എന്താണെന്നറിയാമോ? കാക്ക കുളിച്ചാൽ കൊക്കാകില്ല. അതായത് നമ്മൾ പുറമെ എന്ത് നല്ലവരാണെന്ന് കാണിച്ചാലും ഉള്ളിൽ മോശമാണെങ്കിൽ നമ്മൾ മോശമാണെന്നേ പറയാൻ പറ്റുള്ളൂ. ബാഹ്യമായ മാറ്റങ്ങൾ കൊണ്ട് ഒരാളുടെ അടിസ്ഥാന സ്വഭാവമോ ഗുണമോ മാറ്റാൻ കഴിയില്ല. ചില കുട്ടികൾ വളരെ വഴക്കാളികളായിരിക്കും, പക്ഷെ പുറത്ത് ഞാൻ ഭയങ്കര പാവമാണ് എന്ന് കാണിച്ചിട്ട് കാര്യമില്ല. നമ്മൾ കൂട്ടുകാരോടൊപ്പം കൂടുമ്പോ അവരെ തല്ലു പിടിക്കരുത്. അവർക്ക് ഭക്ഷണം ഷെയർ ചെയ്യണം. അതുപോലെ ഇപ്പൊ ഒരാൾക്ക് പെൻസിലില്ല, നമ്മളത് ഷെയർ ചെയ്ത് നമ്മുടെ കയ്യിൽ എക്സ്ട്രാ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അതുപോലെ കളർ ചെയ്യാണ്, ചിത്രം വരയ്ക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ കയ്യിലുള്ള കളർ പെൻസിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്താൽ അത് നല്ല പ്രവണതയാണ്. അപ്പോൾ ബാഹ്യമായ മാറ്റങ്ങളല്ല നമുക്ക് വേണ്ടത്, നമ്മുടെ അടിസ്ഥാന സ്വഭാവം മാറ്റണം. നല്ല സ്വഭാവമുള്ള മക്കളായി നിങ്ങൾ എല്ലാവരും വളരണം. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പൊ ഇതിന്റെ അടുത്ത ഭാഗങ്ങളായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.